ഓക്കെ, ഹലോ എവരിവൺ. നമുക്കിരുന്ന് നോക്കാം MMPC2 അടുത്ത എക്സാം MMPC2 ആണ്. അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാനം വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2023. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും മിനിമം ഒരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ടത് ആ പേപ്പർ എന്താണ് സാധനം എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഓക്കെ, മനുഷ്യന്മാരുടെ ആവശ്യം എന്തുണ്ടെന്നത് മുതൽ അവരെ കണ്ടെത്തുന്നതും അവരെ പ്ലേസ് ചെയ്യുന്നതും അവർ അവിടെ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കുന്ന ഉൾപ്പെടെ എല്ലാ പരിപാടികളും എന്തിൻ്റെ കീഴിൽ വരും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരും. നമുക്ക് ഓർക്കുക, അറ്റംപ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ഫോർ 20 മാർക്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റ്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ബുക്ക്ലെറ്റ് നോക്കിയപ്പോൾ എഴുതാനായിട്ടൊരു 22 പേപ്പർ എന്തോ അവൈലബിൾ ആണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻ എഴുതാനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു 4 പേജിൽ, പേപ്പറല്ല 4 പേജിൽ, ഇപ്പോൾ 22 പേജാണുള്ളത്. ഓക്കെ, പേജ് മീൻസ് 2 വശം കൂടെ ചേർത്തിട്ട്, ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തിട്ട് 22 പേജുണ്ട്. ഒരു 4 പേജിലൊക്കെ ഒരു ആൻസർ നിർത്താൻ നോക്കുക. 4 പേജിനേക്കാൾ ഒരല്പം കൂടുതൽ വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവസാനത്തെ ആൻസർ കൊണ്ട് നിർത്തേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എലോബറേറ്റ് ദ കമ്പോണൻസ് ഓഫ് HR ആൻഡ് ഇറ്റ്സ് യൂട്ടിലിറ്റീസ് ഇൻ കറണ്ട് സിനീറിയോ. ഈ ഒരു സാധനം സ്ഥിരം പ്രതീക്ഷിക്കാം കേട്ടോ. കറണ്ട് സിനീറിയോയിൽ എന്താണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സാമ്പിളോട് കൂടി പറഞ്ഞാൽ എന്ത് പറയും? അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വേണം. അതിൽ എടുത്ത് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കമ്പോണൻസ് ഓഫ് HR നമുക്കൊന്ന് പഠിച്ചവർക്ക് അറിയാമായിരിക്കും, എല്ലാത്തവർക്ക് കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുമായിരിക്കും. അത് എഴുതി നിർത്തരുത്. പകരം എന്തും കൂടെ ആഡ് ചെയ്യണം. ഇൻ ദ കറണ്ട് സിനീറിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അറ്റൻഡ് ചെയ്തു എന്ന് അവർക്കൊരു തോന്നൽ വരും. നമ്മൾ എഴുതുന്നതെല്ലാം വെറും കഥയാണെങ്കിൽ പോലും. ഓക്കെ, അപ്പം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞ ഡെഫിനിഷൻ കാണാപ്പാടമായിട്ട് അറിയാമെങ്കിൽ വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചുമ്മാ എഴുതുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്നെഴുതി ഒരു കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് എന്തോ ചോദിക്കുക, ആരും ചോദിക്കാൻ പോകുന്നില്ല. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് റിസ്ക് ആണ്. എന്നാലും പറ്റുമെങ്കിൽ വേണമെന്ന് തോന്നിയാൽ ചെയ്യുക. എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ പേര് തന്നെ എഴുതി വെച്ചോ, ഇന്ന ആൾ പറഞ്ഞതാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഡെഫിനിഷൻ എഴുതിയാൽ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് ഇൻ കേസ് അത്ര ജ്ഞാനമുള്ള ഒരാൾ പേപ്പർ നോക്കുകയാണെങ്കിൽ പിടിക്കപ്പെടാം. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പലരും ചെയ്യുന്നുണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് എന്ത് പറഞ്ഞാലും ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞാൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് എഴുതുക. പിന്നെ അതിൻ്റെ കമ്പോണൻസ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ബ്ലോക്ക് 1 നോക്കുമ്പോൾ കമ്പോണൻസ് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോയ്ക്ക് അതൊന്ന് വ്യക്തമായിട്ട് പറയാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഓഡിറ്റ്, അക്കൗണ്ടിങ്, അങ്ങനെ പല സാധനങ്ങളും ചേർന്നിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അതാണ് അവിടെ പറയുന്നത്. നമുക്കതെന്തായാലും അവിടെ നോക്കാം. ഇതിൻ്റെ കറണ്ട് സിനിയറിയോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ഈ കാലത്ത് ഓഡിറ്റിങ്ങിൻ്റെ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യം എന്താണ്, ഈ കാലത്ത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം എന്താണ്, അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എഴുതാനുള്ളതേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഡിസ്റ്റിങ്വിഷ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു പേപ്പറിൻ്റെ അകത്ത് ടേബിൾ വരച്ച് തന്നെ എഴുതുക. ഓക്കെ, ഒരു സൈഡിൽ റിക്രൂട്ട്മെൻ്റ് എന്നും ഒരു സൈഡ് സെലക്ഷൻ എന്ന് തന്നെ എഴുതുക. 10 പോയിൻ്റ് എഴുതാൻ നോക്കുക. കാര്യം നിങ്ങൾ നോക്കി 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അവർ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ പാർട്ട് ഒരു 10 പോയിൻ്റ് എഴുതുക, പിന്നീട് ഒരു 10 മാർക്കിന് എഴുതിയൊന്ന് വരുത്തുക. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വിത്ത് ഇലിസ്ട്രേഷൻ. ഇലിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെ, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് വരുന്ന സാധനങ്ങൾ ഇലിസ്ട്രേഷന് കൂടി, എക്സാമ്പിളോട് കൂടി എഴുതുക എന്നാണ് നമ്മുടെ പറയുന്നത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ പ്രോസസ്സാണെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ, റിക്രൂട്ട്മെൻറ്റിലൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് ഒരാളെ മാത്രം ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം? നമ്മളിവിടെ എല്ലാം സ്വീകരിക്കുന്നു. നെഗറ്റീവ് എന്ന് പറയാനുള്ള കാര്യം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഒരാളെ മാത്രം, അല്ലെങ്കിൽ കുറച്ച് പേരെ മാത്രം അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഐ ബിലീവ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ബ്ലോക്കിൻ്റെ അകത്ത് എവിടെയോ പറയുന്നുണ്ട്. നമുക്ക് അവിടെ തന്നെ വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ നമ്മുടെ വാക്കൻസി കണ്ടെത്തുന്നു, അത് അഡ്വർടൈസ് ചെയ്യുന്നു, ആൾക്കാരുടെ ഇത് പിന്നെ എൻക്വയറീസ് അല്ലെങ്കിൽ എൻട്രീസ് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു നീണ്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് ഇവിടെ പോകുമ്പോൾ ബ്ലോക്കിൽ പോകുമ്പോൾ നോക്കാം. അപ്പോൾ അതൊന്നും മനസ്സിൽ വേണം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ റൈറ്റ് എ കോംപ്രഹെൻസീവ് നോട്ട് ഓൺ സക്സഷൻ പ്ലാൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സക്സഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
എന്താണ് ഈ പറയുന്ന പോലെ നമ്മളൊരു എംപ്ലോയിനെ നമ്മുടെ ജോലിയിലേക്ക് എടുത്തു നോക്കി, ഇപ്പം പിന്നീട് ഇയാൾ എന്തായി മാറും? ഒരു ഹയർ ലെവൽ എംപ്ലോയി ആയിട്ട് മാറും. അപ്പോൾ ഇയാൾക്ക് എന്ത് കിട്ടുന്നു? ലീഡർഷിപ്പിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന ജോലിക്ക് ഒരാൾ കയറി, ഇതൊരു 4 വർഷത്തെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ അയാൾ ഇന്നതായി മാറുന്നു, അയാൾ പിന്നെ ഇന്ന ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നു, അങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനാണ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോലി നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് HRMൻ്റെ കണ്ണി കൂടെ നോക്കുമ്പോൾ ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവത്തിന് എന്ത് റെലവൻസ് ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം അവർക്ക് ജോലി ചെയ്യുന്നവർക്കൊരു മോട്ടിവേഷനാണ് അല്ലേ, ഇത്ര വർഷം നല്ലപോലെ ജോലി ചെയ്താൽ അവർക്ക് മുകളിലേക്ക് എത്താമെന്നുള്ളൊരിതാണ്. പിന്നെ അവർക്ക് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും. പിന്നെ അതിന് അർഹരായവരെ നമ്മൾ വെളിയിൽ നിന്ന് കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ചിലവുകൾ കുറയ്ക്കാം ബിസിനസ്സിന്. അങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കാം, ബ്ലോക്കിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നോക്കാം. And fourth question, explain the concept of workers' participation in management and its current state in India. Supplement your answer with example. എല്ലായിടത്തും എക്സാമ്പിൾ എഴുതാനുള്ള ഒരു സാധനമാണ്. കുറച്ച് കഥകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ. ഫോർ എക്സാമ്പിൾ, HRMനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു പേരാണ് നാരായണമൂർത്തി എന്ന് പറയുന്നത്. എവിടെയെങ്കിലൊക്കെ വലിച്ചു ചുമ്മാ കുത്തി കയറ്റി വെച്ചു നാരായണമൂർത്തിയുടെ പേര്. നാരായണമൂർത്തി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളായ മനുഷ്യനാണ്. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു പേര്. പുള്ളിയുടെ ഒരുപാട് വാക്കുകളും ഒരുപാട് അപ്രോച്ചുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ നമ്മുടെ വിപ്രോയുടെ ഫൗണ്ടർ ഉണ്ട്, അസീം പ്രേംജി എന്ന് പറയും. അസീം പ്രേംജി, ഈ മനുഷ്യൻ്റെ പേരും പലയിടത്തും ഒന്ന് ഉദ്ധരിക്കുന്നത് നല്ലതാണ്. കാര്യം അതാണ് എന്താ പറയുക, ഇന്ത്യയിലെ HR എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന 1-2 പേരുകളാണ്. ഇവരാരും HR മാനേജേഴ്സ് അല്ല, ഫൗണ്ടേഴ്സൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഹ്യൂമൻ റിസോഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന 2 മനുഷ്യരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാകട്ടെ. അപ്പോൾ ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ത് എഴുതിയാൽ ആരും വായിച്ചൊന്നും നോക്കാൻ പോകില്ല. അയാളുടെ പേര് കാണുമ്പോൾ ഇയാൾക്കൊരു സന്തോഷം തോന്നും, നോക്കി ഇവൻ എന്തോ ഒരു കാര്യം അറിയാമെന്നുള്ളവനാണ്, വിവരമുള്ളവനാണ് എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ചില കമ്പനികൾ, ചില ഓർഗനൈസേഷനുകൾ എന്ത് ചെയ്യുന്നറിയോ, അത് നമ്മുടെ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലും കൂടെയാണ്. മാനേജ്മെൻറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ജോലിക്കാർക്കും കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ കൊണ്ടുവരും. അതായത് വർക്കേഴ്സിന് തീരുമാനമെടുക്കുന്നതിൻ്റെ അകത്തും ഒരു മാനേജറിൻ്റെ റോള് നമ്മൾ മുമ്പ് പഠിച്ചാണല്ലോ. തീരുമാനം എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ആൾക്കാരുടെ സംതൃപ്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻ ഉറപ്പാക്കുക. ഈ ഒരു സംഭവമൊക്കെ എന്താ ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ വരുന്നതാണെങ്കിൽ ഇതിൽ ആരുടെ ഒരു പങ്കും കൂടെ ഉണ്ടാക്കും, നമ്മുടെ എംപ്ലോയീസിൻ്റെ ഒരു പങ്കും കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ചില അപ്രോച്ചുകളുണ്ട്. ഇവർക്കും കൂടെ ഒരു ഇത് തോന്നാൻ വേണ്ടിയിട്ട്, എന്താ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ സ്ഥാപനത്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് എംപ്ലോയീസിനും കൂടെ തോന്നണം. അല്ലാതെ നമ്മൾ വെറും അടിമകളാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ലല്ലോ. അവർക്ക് ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ചിലർക്കെങ്കിലും അതെന്താണ്, ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, എന്നെ ഇവർ അംഗീകരിക്കുന്നു, എൻ്റെ കഴിവ് ഇവർ തിരിച്ചറിയുന്നു എന്നുള്ളൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ആ രീതിക്ക് ചിന്തിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇന്ത്യയിൽ അത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ നമുക്ക് പറയാം. നമ്മുടെ ഇൻഫോസിസിൻ്റെ അകത്ത് അങ്ങനെയൊക്കെയാണെന്ന് ചുമ്മാ എഴുതി വയ്ക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് 2ാമത്തെ കാര്യം പോട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവണം. പിന്നെ റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇത് നമ്മുടെ ബ്ലോക്കിൻ്റെ അകത്ത് പറയുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് കയ്യിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. ഈ ജനറലായിട്ട് പറയാം, നമുക്ക് ഈ ലോകത്ത് എവിടെയായിരുന്നാലും ഈ ട്രേഡ് യൂണിയൻ വന്നത് എങ്ങനെയാണെന്നുള്ളൊരു കഥയുണ്ട്. അപ്പോൾ HRMൻ്റെ എവല്യൂഷൻ, ഓക്കെ എന്ന് പറയുന്ന അവിടെ എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം, എന്നാലും ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ. HRM എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ എവല്യൂഷൻ പറയുന്നിടത്ത് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് എവിടെ നിന്നാണ് ഇങ്ങനൊരു സംഭവം വന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ജോലിക്കാരെന്ന് പറയുന്നത് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കമോഡിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത്. അവിടെ നിന്ന് നമ്മുടെ FW ടൈലറാണെന്ന് തോന്നുന്നു എന്ത് ചെയ്തു, ജോലിക്കാരെ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിട്ട് തിരിച്ചറിഞ്ഞു. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. ലാൻഡ് വേണം, മണി വേണം, മെറ്റീരിയൽ വേണം, അതിൻ്റെ കൂടെ എന്തും വേണം, ലേബറും വേണം. ലേബറും കൂടെ ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് സംസാരിച്ചത് ആദ്യം FW ടൈലറാണ്. പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായ ലേബറിനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ പഴയതുപോലെ അടിമപ്പണി ചെയ്യാൻ നമ്മളെ കിട്ടത്തില്ല, നമുക്ക് നമ്മുടേതായ അവകാശങ്ങളുണ്ടെന്ന് ചോദിച്ച് അവരെന്ത് ചെയ്തു, ട്രേഡ് യൂണിയനുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ട്രേഡ് യൂണിയനുകൾ ഫ്ലറിഷ് ചെയ്യാനും അവരുടെ അവകാശങ്ങൾ അവർ ചോദിച്ച് വാങ്ങാനും അങ്ങനെയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ കാണുന്ന പരിപാടികളാണ്. കുറേ കൈനീട്ടൊക്കെ എഴുതാം. ബട്ട് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രോപ്പർ ഇതല്ല, എന്താണ് ബ്ലോക്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലുള്ള സാധനമല്ല. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റിവാർഡ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫോംസ്. റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുന്നതിന് പുറമെ, ഓക്കെ, എംപ്ലോയീസിൻ്റെ
അച്ചീവ്മെൻറ്റുകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക, അതിനെ അംഗീകരിക്കുക, ആദരിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് കാണും? ഒരു സിസ്റ്റം കാണും എല്ലായിടത്തും. ഓക്കെ, അതിനാണ് ഈ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ ഇന്ന ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇത്ര കമ്മീഷനെന്നോ, അല്ലെങ്കിൽ ഇന്നൊരു സാധനം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു പ്രൊമോഷൻ കിട്ടുമെന്നോ. പിന്നെ ചിലരൊക്കെ അതിനൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഓരോ വീക്കിലും നല്ല അച്ചീവ് ചെയ്യുന്ന, നമ്മുടെ പ്രേമലു സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്, പുള്ളിനെ തലയിലേക്ക് വെച്ചിട്ട് ആ ഒരു പരിപാടി ഉണ്ടല്ലോ. അതേപോലെ നമ്മുടെ ഇമാനുവൽ സിനിമയ്ക്കകത്തും പറയുന്നുണ്ട്, ഒരു അച്ചീവ് ചെയ്ത് കഴിഞ്ഞവരെ ഒരു പ്രത്യേക ബോണസൊക്കെ കൊടുത്ത് ഒരു രാജാവിനെ പോലെ കിരീടമൊക്കെ അണിയിപ്പിച്ച് ആ ഒരു സിസ്റ്റം, ആ ഒരു സാധനം വരുന്നതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ വേറെ രീതികൾ എന്തൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ തന്നെ ഒരു 3-4 ഫോം പറഞ്ഞല്ലോ. പ്രൊമോഷൻ കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ നാട്ടുകാരുടെ നടുക്കി പിടിച്ചു നിർത്തി ആദരിക്കുന്നു. അങ്ങനെ പല ഫോമിലാണ് റിവാർഡ് സിസ്റ്റം വരുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ബ്ലോക്കിലുണ്ട് ഇത്. ഇവിടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. Then the 7th question, what are the goals and objectives of performance appraisal? Describe the process of performance appraisal. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എന്താ? ഈ ജോലിക്കാരുടെ പിന്നെ പെർഫോമൻസ് ഉണ്ടല്ലോ, ജോലി ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുന്നു. സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തും. നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് ഒരാളെ ജോലിക്ക് എടുത്തു വിചാരിക്കുക. ഓക്കെ, ഈ ജോലിക്ക് എടുത്ത മനുഷ്യനെ നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 5 മാസം കഴിഞ്ഞിട്ട് ഒന്ന് പഠിക്കുകയാണ്. അയാൾ നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ടോ എങ്കിൽ അയാൾക്ക് പ്രൊമോഷനോ ബോണസോ അല്ലെങ്കിൽ സാലറി ഹൈക്കോ കൊടുക്കണോ? അയാൾ ജോലി നല്ലപോലെ ചെയ്യുന്നില്ല, അയാൾക്ക് ഇനി ട്രെയിനിങ്ങിൻ്റെ ആവശ്യമാണോ? അയാൾ വളരെ മോശമാണെങ്കിൽ അയാളെ നമ്മളിവിടെ നിന്ന് പറഞ്ഞു വിടണോ? ഇങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കുന്നത് ഈ കണ്ടിന്യൂസ് പെർഫോമൻസ് അപ്രൈസൽ നടക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി നമ്മുടെ ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അകത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ മാനേജ്മെൻറ്റ് നടത്തുന്ന പഠനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോസസ്സ് നമുക്ക് എന്തായാലും ബ്ലോക്കിൽ എത്തുമ്പോൾ നോക്കാം. ഉണ്ട്, ആദ്യം അവരെ അനലൈസ് ചെയ്യുന്നു, പിന്നെ അതിന് വലിയ ഇന്ന സാധനം ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. നമുക്ക് ബ്ലോക്കിൽ എത്തുമ്പോൾ ഉറപ്പായിട്ട് നോക്കാം. ആൻഡ് 8th question, ഡിസ്കസ് ആൻഡ് ഡിസ്ക്രൈബ് ദി ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് സെറ്റിംഗ് റിലവൻറ്റ് എക്സാമ്പിൾസ്. നമുക്കറിയാം, നമ്മളൊരു എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അയാൾ ആ ജോലി ചെയ്യാൻ ഫിറ്റാണ്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള അറിവ് ഞാനോ പുള്ളിക്കുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചേഞ്ച് വരുന്നുണ്ട്. എല്ലാ ട്രെയിനിങ്ങും അത്ര എഫക്റ്റീവ് ആവണം, ഈ പറഞ്ഞ ഔട്ട്പുട്ട് തരണമെന്നില്ല. അപ്പോൾ നമ്മളൊരു ട്രെയിനിങ് കൊടുത്ത് കഴിയുമ്പോൾ, നമ്മുടെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരിൽ ആ ഒരു ചേഞ്ച് ഉണ്ടായോ, അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് അവിടെയാണല്ലോ വേണ്ടത്. അല്ലാതെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവൻ ചാടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് മെഷറബിളായിട്ട് നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഔട്ട്പുട്ട് കിട്ടണം. അതായത് നമ്മുടെ എംപ്ലോയീസിന് ഫോർ എക്സാമ്പിൾ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അറിയത്തില്ലായിരുന്നു. അത് അവർ മാനുവലായിട്ട് അല്ലെങ്കിൽ സാധാരണ എക്സൽ വെച്ചാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്രയും കാലം അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഇപ്പോൾ ഞാനൊരു അക്കൗണ്ടിങ് ഫേമാണെന്ന് വിചാരിക്കും. എൻ്റെ കമ്പനിയിൽ ഒരു മാസം ഒരു 10 പേരുടെ കാര്യമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം നമ്മൾ എക്സൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും സമയവും പിന്നെ കറക്ഷൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഇവരെ ടാലി ഒരു മാസം പഠിപ്പിച്ച് ജോലിയൊക്കെ നിർത്തി വെച്ച് 1 മാസം ടാലി പഠിപ്പിച്ചിട്ട് പിന്നെ കൊണ്ടുവന്നു. പിന്നീട് അവർ വരുമ്പോൾ എന്ത് ചെയ്യണം? മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 11 അവർക്ക് ചെയ്യാൻ പറ്റണ്ടേ? അപ്പോൾ പിന്നെ അവർ 10 തന്നെയാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടായി? ഒരു ഗുണമില്ല. അവർക്ക് ടാലി വന്നു എന്നുള്ളതല്ലാതെ ആ ട്രെയിനിങ് കൊണ്ട് അവർക്ക് ഒരു ഗുണം ഉണ്ടായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്, ഇതുപോലെ മെഷറബിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 10 ആയിരുന്നു, പിന്നീട് അത് 20 മാറി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ ട്രെയിനിങ് എന്താണ്, എഫക്റ്റീവാണ്. ഇങ്ങനെ ഒരൊറ്റ ഇതിലായിരിക്കില്ല നോക്കുന്നത്, ഔട്ട്പുട്ട് കൂടി എന്നുള്ള കാര്യം മാത്രമായിരിക്കില്ല നോക്കുന്നത്. അവരെടുക്കുന്ന ടൈം കുറഞ്ഞോ എന്നോ നോക്കും, ഇല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടിയോ, അങ്ങനെ പല കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാമെന്നുള്ളതാണ് ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ്. ഇത് നമ്മുടെ ബ്ലോക്കിൻ്റെ അകത്തോടെയും വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം, അവിടെ എത്തുമ്പോൾ ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, ഒരു 4 പേജിൽ എഴുതി നിർത്താൻ നോക്കാം. 4 പേജിൽ ഒരു അല്പം മുള്ളിപ്പോയാലും കുഴപ്പമില്ല. ബട്ട് ക്വസ്റ്റ്യൻ മിനിമം 2 പാർട്ടുകളായിരിക്കും. അപ്പോൾ ഒരു പാർട്ട് ഞാൻ 10 മാർക്കിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക, അടുത്ത പാർട്ട് ഒരു 10 മാർക്കിനുണ്ടെന്ന് ഉറപ്പാക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം, കൃത്യം എല്ലാത്തിൻ്റെ ഹെഡിങ്ങുകൾ എഴുതി എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ചൂട് പിടിച്ച് ഒരു പാത്ത് വേണമല്ലോ. ചുമ്മാ എവിടെന്നെങ്കിലും എന്തെങ്കിലും എഴുതിയെന്ന് തോന്നാതെ ഫസ്റ്റ് നമ്മുടെ മേജർ ഹെഡിങ് പോയി, പിന്നെ അതിൻ്റെ ഒരു ബോഡി പോയി, പിന്നെ അങ്ങനെ പോയി എന്നുള്ളൊരു തോന്നൽ വരുത്താൻ നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, ചിലരൊക്കെ ചെയ്ത് കണ്ട ഒരു തെറ്റാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്പർ, നമ്മുടെ മാർജിൻ ഉണ്ടല്ലോ, മാർജിൻ്റെ അകത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഒരു സർക്കിളിനകത്ത് വളരെ പ്രോപ്പറായിട്ട് എഴുതിയിട്ട്
പിന്നീട് എന്തെങ്കിലും നമ്പറിങ് വന്നാൽ മാർജിൻ്റെ ഈ വല സൈഡിലേക്ക് നിർത്താം. ABCD എന്നൊക്കെ പറഞ്ഞ് നിർത്താൻ നോക്കാം. ഓക്കെ, അല്ലാതെ പിന്നെയും അവിടെ മാർജിൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരല്പം റിസ്ക്കാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നമ്പറിങ് ഇവിടെ ഒരു 3 4 ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 പോയിൻറ്റ് നമ്പർ 3 എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. പൊതുവേ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഇതിൻ്റെ അടുത്ത് പറയാനുള്ള. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.